ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് നൽകിയ സന്ദേശങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. മൂന്നാമത്തെ ഈ ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും ഈ മെസ്സേജുകൾ പിന്തുടരുന്നു എന്നതിന് നന്ദി പറയുന്നു. ഈ സന്ദേശങ്ങളെ കൂടുതൽ ശ്രവിക്കുന്നതിന് വേണ്ടി, ഇനി നൽകുന്ന അപ്ലോഡുകൾ ശ്രവിക്കുന്നതിന് വേണ്ടി എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. സന്ദേശങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് നീളണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. ഷോർട്ടാക്കണമെങ്കിലും അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. നമുക്ക് ആരംഭിക്കാം. ആഗസ്റ്റ് 1, 1973. 10. അത് ഒരു പുതിയ തിരുസഭ ആയിരിക്കും. എൻ്റെ ഈശോയെ, അങ്ങേ ഹൃദയം എനിക്ക് തരിക. എന്തെന്നാൽ ഞങ്ങൾ അങ്ങയുടെ നാഥയെ അങ്ങ് സ്നേഹിച്ചതുപോലെ ഞാനും സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മകനെ, ഞാൻ തന്നെ നിന്നിൽ നിവേശിപ്പിച്ച പ്രാർത്ഥനയാണിത്. വാസ്തവത്തിൽ എൻ്റെ മകൻ ഈശോ എന്നെ സ്നേഹിച്ചതുപോലെ മറ്റാരും ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. എത്ര മൃദുലമായ സ്നേഹം കൊണ്ടാണ് അവിടുന്ന് എന്നെ സമാവരണം ചെയ്തത്. അവിടുന്ന് സദാ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവിടുത്തെ അജ്ഞാത ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. പീഡാനുഭവ സമയത്തും കുരിശുമരണ സമയത്തും ഞങ്ങൾ ഒരാൾ പോലെയായിരുന്നു. തൻ്റെ അതിഭീകരമായ മരണയാതന സമയത്ത് അവിടെയായിരുന്ന സ്വമാതാവ് അനുഭവിച്ച ദുഃഖത്തിൻ്റെ കാഴ്ച അവൻ്റെ ആത്മാവിൽ ശേഷിച്ച ജീവസമയത്തെ കുറച്ചു. ശാരീരികമായ വേദനകളേക്കാൾ കഠോരമായിരുന്നു അവളുടെ അനിർവചനീയമായ മരണവേദന. ആ പുത്രൻ്റെ ഹൃദയത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മേ എന്നായിരുന്നു അവൻ്റെ മരണവേദനയിൽ നിന്ന് ഉദ്ഗീരണം ചെയ്ത ആ നിലവിളി. കുരിശിൽ അന്ത്യശ്വാസം വെടിഞ്ഞപ്പോൾ ബഹിർഗമിച്ച ആ നിലവിളി. ആധുനിക കാലത്ത് തങ്ങളുടെ ഹൃദയങ്ങളെ എന്നിൽ നിന്ന് തിരിച്ചു കളഞ്ഞ അനേകം വൈദികരെ കാണുമ്പോൾ ഈശോ എത്രമാത്രം ദുഃഖിതനായിരുന്നു, കോപാകുലൻ പോലുമാകുന്നു. അനേകം വിശ്വാസികളുടെ ആത്മാക്കളിൽ നിന്ന് എന്നെ മായ്ച്ചു കളഞ്ഞ അവർ തങ്ങളുടെ ജീവിതത്തിൽ എന്നെ വിസ്മരിച്ചു കളഞ്ഞിരിക്കുന്നു. തിരുസഭയിൽ ഇന്നും സജീവമായി നിലകൊണ്ടിരിക്കുന്ന എന്നോടുള്ള ഭക്തി അവരുടെ കുറ്റം മൂലം ഇപ്പോൾ വളരെ നിർജീവമായി തീർന്നിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ അത് അവസാനിച്ചിരിക്കുന്നു എന്നും പറയാം. എൻ്റെ മകന് മാത്രം നൽകേണ്ട സ്തുതിയും ബഹുമാനവും അമ്മയായ ഞാൻ ഒരു നിഴൽ പരത്തുന്നു എന്നവർ പറയുന്നു. എൻ്റെ പാവം മക്കൾ, അവർ എത്ര ബോധമില്ലാത്തവരാണ്, എത്ര അന്ധരാണ്. അവരെ പിടികൂടാൻ പിശാചിനറിയാം. അവർ അന്ധതയിൽ എത്തിച്ചേർന്നത് യേശുവിനെയോ എന്നെയോ ശ്രവിക്കാത്തത് കൊണ്ടാണ്. സ്വന്തം ബുദ്ധിയാൽ, സ്വന്തം അഹങ്കാരത്താൽ അവർ തങ്ങളെ തന്നെ നയിക്കുകയും അങ്ങനെ അവർ പിശാചിൻ്റെ പാവകളായി തീർന്ന് തീരുന്നതിന് തങ്ങളെ തന്നെ അനുവദിക്കുകയും ചെയ്തു. സഭയിലുള്ള എൻ്റെ സ്ഥാനത്തിന് കരിനിഴൽ വീശുവാനും ആത്മാക്കളിൽ നിന്ന് എന്നെ മായ്ച്ചു കളയാനും അവൻ വിജയിച്ചു. ഞാൻ ഇനിയും വിശ്വസ്തരായ വൈദികരെ അന്വേഷിച്ച് പുറപ്പെടും. എന്നെ ശ്രവിക്കുന്ന വൈദികരെ, എന്നെ സ്നേഹിക്കുന്ന വൈദികരെ ഞാൻ അന്വേഷിച്ച് പോകും. വലിയ ശുദ്ധീകരണത്തിന് ശേഷം അവരിലൂടെ ഞാൻ കൂടുതൽ മഹത്വപൂർണ്ണയായി തിരുസഭയിൽ പ്രശോഭിക്കും. വഴിതെറ്റിപ്പോയ മക്കളെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള അധികാരം അമ്മ യേശുവിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. വിനീതരും പുച്ഛിക്കപ്പെടുന്നവരും ചവിട്ടിമതിക്കപ്പെടുന്നവരും സന്നദ്ധരായ ഈ വൈദികർ വഴിയായിരിക്കും ഞാൻ എൻ്റെ സൈന്യവ്യൂഹത്തിന് രൂപം കൊടുക്കുന്നതും ഇപ്പോൾ മഹാകഷ്ടതകളാൽ ശുദ്ധീകരിക്കപ്പെടുന്ന അനേകം മക്കളെ യേശുവിൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് സാധ്യമാകുന്നതും. ഫ്രേവോയിരെ, ആഗസ്റ്റ് 9, 1973. 11. നിൻ്റെ ജീവിതോദ്ദേശം. ഇവിടെ വൈയോടുകൂടിയായിരിക്കുന്നത് എനിക്ക് എത്ര കണ്ട് സന്തോഷകരമാണ്. നിങ്ങൾ രണ്ടുപേരും 2 കുഞ്ഞു സഹോദരന്മാരെ പോലെ പരസ്പരം സ്നേഹിക്കണം. എൻ്റെ 2 പുത്രന്മാർ, ഞാൻ വളരെയധികം സ്നേഹിക്കുന്നവരും ഒരാളെ മറ്റേയാളിന് ദാനമായി ഞാൻ കൊടുത്തവരുമായ പുത്രന്മാർ. നിങ്ങൾ തമ്മിൽ അത്യധികം സ്നേഹിക്കണം. എൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് നിങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കുകയും സഹിക്കുകയും വേണം. എൻ്റെ വൈദിക പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിനു വേണ്ടി നിങ്ങൾ ജീവിക്കണം, പ്രാർത്ഥിക്കണം, യജ്ഞിക്കണം, സഹിക്കണം, വിശുദ്ധരാകണം. മകനെ, ഞാൻ നിങ്ങൾക്ക് തരുന്ന അത്ഭുതാവഹമായ ലക്ഷ്യം ഇതാണ്. എത്ര അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എത്ര സ്നേഹാർദ്രമായിട്ടാണ് ഞാൻ നിന്നെ അന്വേഷിക്കുന്നു, എത്ര ഹൃദയംഗമമായി ഞാൻ നിന്നെ ആശീർവദിക്കുന്നു.
ആഗസ്റ്റ് 21, 1973 വിശുദ്ധ പത്താം പിയൂസിൻ്റെ തിരുനാൾ. 12. പ്രാർത്ഥനയിൽ എൻ്റെ ഹൃദയത്തോടൊത്ത്. ഞാൻ നിൻ്റെ ഹൃദയത്തിനെ വെളിപ്പെടുത്തുന്നതെല്ലാം എന്തുകൊണ്ട് നീ എഴുതിയെടുക്കുന്നില്ല? ഇക്കാര്യങ്ങൾ വളരെ വ്യക്തിപരവും അത്യധികം സുന്ദരവുമാണെന്ന് നീ എന്നോട് പറയുന്നു. എന്നാൽ നിന്നെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചുവെന്നും എത്ര മഹത്തായ കാര്യങ്ങൾ നിന്നിൽ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ഒരു ദിവസം വെളിപ്പെടും. നീ നിൻ്റെ ഇല്ലായ്മ മുഴുവനായി എൻ്റെ ഹൃദയത്തിൽ സമർപ്പിച്ചതുകൊണ്ടത്രേ ഇപ്രകാരം സംഭവിച്ചത്. ചവിട്ടിമെതിക്കപ്പെടുന്നതിനും ഒറ്റപ്പെടുന്നതിനും മനസ്സിലാക്കപ്പെടുകയോ ബഹുമാനിക്കപ്പെടുകയോ ചെയ്യാതിരിക്കുന്നതിനും സമ്മതിക്കുന്നത് പരിശീലിക്കുക. ഇങ്ങനെയൊക്കെ നിനക്ക് സംഭവിക്കണമെന്നത് ആവശ്യമാണ്. നിൻ്റെ ഉള്ളിൽ ഒരു ആന്തരിക പ്രതിഷേധം ഉയർന്നു വരികയും തൽഫലമായി ഇതിൻ്റെ കാരണമെന്ത്? ഇത് നീതിയല്ല, എൻ്റെ അവകാശം ഞാൻ പിടിച്ചുപറ്റും എന്നൊക്കെ സ്വയം പറയാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നീ ഉടനെ ഇപ്രകാരം മറുപടി പറയുക: സാത്താനെ, ദൂരെ പോവുക. എൻ്റെ പിതാവ് എനിക്ക് നൽകിയ പാനപാത്രത്തിൽ നിന്ന് ഞാൻ കുടിക്കേണ്ടേ? എൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു, നിർണായകമായ സമയം ആസന്നമായിരിക്കുന്നു. നിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലി കഴിയുന്നതും വേഗം നീ പൂർത്തിയാക്കണം. എൻ്റെ വൈദികരുടെ പ്രസ്ഥാനം, നിൻ്റെ ബലഹീനതയിൽ സഹായിക്കാൻ ഞാൻ തന്നെ നിൻ്റെ പക്കലേക്ക് വരും. നീ പ്രാർത്ഥനയിൽ എൻ്റെ ഹൃദയത്തോട് ഓരോ നിമിഷവും ചേർന്നിരിക്കുക. ഞാൻ നിൻ്റെ ഉള്ളിൽ അധികം പ്രവർത്തിക്കട്ടെ.